അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വസ്ത്രം എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് വസ്ത്രധാരണം എന്നത് ഇസ്ലാം വളരെ ഗൗരവത്തിൽ വിശ്വാസികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ആ ഗൗരവം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകൾ ധരിക്കുന്നു, സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാർ ധരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ വലിയൊരു കുഴപ്പം കാണാതെ അതിനെ ലാഘവത്തോടുകൂടി എടുക്കുന്ന ഒരു സാഹചര്യം. പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്നത് ചെറിയ തോതിലായിരിക്കുന്ന അവസ്ഥയിൽ പോലും സ്ത്രീകളാകട്ടെ പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്നത് വലിയ രീതിയിൽ കൂടുതലായിരിക്കുന്നു എന്നുള്ളതാണ്. പുരുഷന്മാരുടെ വസ്ത്രമായ ജീൻസും അവർ ധരിക്കേണ്ട ഷർട്ടുമൊക്കെ ഇന്ന് സ്ത്രീകളുടെ വസ്ത്രധാരണമായി മാറി എന്നുള്ളതാണ്. ഈ വിഷയത്തിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തുടങ്ങുന്ന ഒരു വാക്ക് ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. പ്രവാചകന്റെ ശാപമുണ്ട്. പ്രവാചകൻ ശപിച്ചിരിക്കുന്നു ആരെ? പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്നതും സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിക്കുന്നതും എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധരിക്കേണ്ടതായിട്ടുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് പ്രവാചകന്റെ ശാപം ഒഴിവാക്കി വസ്ത്രത്തിന്റെ ഗൗരവവും അതിന്റെ അച്ചടക്കവും പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.